ഹിന്ദുമത സംസ്കാരം പല വീക്ഷണകോണിൽ നിന്ന് കാണുകയും അത് പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിച്ച് തർക്കങ്ങളും മതസ്പർദ്ധയും ഉണ്ടാക്കുന്ന സമകാലിക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാമി വിവേകാനന്ദന്റെ ചിന്താധാര പ്രസക്തമാണ്. അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെയാണ് സ്വാമി വിവേകാനന്ദൻ ലോകശ്രദ്ധയിലേക്ക് കടന്നുവന്നത്. അന്ന് പ്രസംഗം നടത്തിയ ഹാൾ ഇന്നും അമേരിക്കയിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി സംരക്ഷിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് ലിബി സജീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. 1893 സെപ്റ്റംബർ 11 ഷിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അമേരിക്കയിലെ എൻ്റെ സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്ത് സ്വാമി വിവേകാനന്ദൻ പ്രഭാഷണം നടത്തിയ ഹാളിന് മുന്നിലാണ് ഞാൻ. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന ലോക സാഹോദര്യത്തിൻ്റെ സംബോധന കേട്ട് ആവേശഭരിതരായ 6000-ഓളം സദസ്യർ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് ഷിക്കാഗോയിലെ ഈ ഹാളിലാണ്. സർവമത സാഹോദര്യത്തെക്കുറിച്ചും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ സദസ്സ് ശ്വാസമടക്കി കേട്ടിരുന്നു. We have the speech by Swami Vivekananda on the stairs of the Art Institute here. And so every time I bring people in to see the museum, we talk about the amazing speech that he gave, Brothers and Sisters of America. We talk about his optimistic vision for the future. വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രഗത്ഭരായ മതാചാര്യന്മാർ പ്രബന്ധങ്ങളുമായി എത്തിയിരുന്നു. എന്നാൽ എഴുതി തയ്യാറാക്കാതെയായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ പ്രൗഢഗംഭീരമായ പ്രസംഗം. തങ്ങളുടെ മതത്തിന്റെ മഹത്വം വാഴ്ത്തിയും അന്യമതങ്ങളെ പരിഹസിച്ചുകൊണ്ടുമായിരുന്നു സർവരുടെയും പ്രസംഗം. അതിനിടയിലാണ് കാഷായ വസ്ത്രധാരിയായ സ്വാമി വിവേകാനന്ദൻ സർവ്വമതങ്ങളെയും ആദരിച്ചുകൊണ്ട് സംസാരിച്ചത്. അതുവരെ പ്രാകൃതമായ ആചാരങ്ങളുടെ നാടെന്ന് മുദ്രകുത്തിയിരുന്ന ഇന്ത്യയെ ആത്മീയ ദർശനത്തിന്റെ നാട് എന്ന വിശാലമായ അർത്ഥത്തിലേക്ക് സ്വാമി വിവേകാനന്ദൻ മാറ്റിയെഴുതി. അമേരിക്കയിൽ വരുന്ന, ചിക്കാഗോയിൽ വരുന്ന ഏതൊരു ഇന്ത്യക്കാരനും ഈ സെമിനാർ ഹാളിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. അത് സ്വാമി വിവേകാനന്ദൻ്റെ ഓർമ്മകൾ നൽകുന്ന ഊർജ്ജമാണ്. ഞാൻ ചിക്കാഗോ സ്ഥിരതാമസം ഉള്ളയാളാണ്. ഞാൻ പലപ്പോഴും ഇവിടെ വരാറുണ്ട്. ഞാൻ വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ആളുകളെയും സുഹൃത്തുക്കളെയൊക്കെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാറുണ്ട്. ജപ്പാനിലെ യോക്കോഹോമയിൽ നിന്ന് കാനഡയിലെ വാൻകൂവറിലേക്ക് കപ്പലിലാണ് സ്വാമി വിവേകാനന്ദൻ അന്ന് യാത്ര തിരിച്ചത്. അദ്ദേഹത്തിന്റെ സഹയാത്രികനായിരുന്നു വ്യവസായി ജാംഷഡ്ജി ടാറ്റ. അന്നവർ തമ്മിൽ നടത്തിയ സുദീർഘമായ സംഭാഷണമാണ് പിൽക്കാലത്ത് ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിതമാകാൻ കാരണമെന്നത് ചരിത്രം. അന്ന് സ്വാമി വിവേകാനന്ദൻ പ്രസംഗിച്ച പെർമനന്റ് മെമ്മോറിയൽ ആർട്ട് പാലസിന്റെ അസംബ്ലി ഹാൾ ഉൾപ്പെടുന്ന കെട്ടിടം ഇന്ന് ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷിക്കാഗോയാണ്. ആത്മീയ അന്വേഷകരുടെയും സഞ്ചാരികളുടെയും ഇഷ്ടയിടങ്ങളിൽ ഒന്നാണ് ഇന്നിവിടം. സ്വാമി വിവേകാനന്ദൻ പ്രഭാഷണം നടത്തിയ ഷിക്കാഗോയിലെ വേദിയിൽ നിന്ന് റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ.